എല്ലാ മാസവും ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കാറുണ്ടോ? വീട്ടിലെ ചിലവുകൾക്കോ അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കോ? ഇതൊരു സാധാരണ കാര്യമാണെന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷെ ഈ പണം നിങ്ങളുടെ ഭാര്യ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻകം ടാക്സ് നോട്ടീസ് വന്നേക്കാം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമുക്ക് നോക്കാം. ഇൻകം ടാക്സ് നിയമത്തിലെ ക്ലബിംഗ് പ്രൊവിഷൻ എന്നൊരു വകുപ്പ് കാരണമാണിത്. പേര് കേട്ട് പേടിക്കേണ്ട, സംഭവം വളരെ സിമ്പിളാണ്. നിങ്ങൾ ഭാര്യയ്ക്ക് നൽകുന്ന പണം അവർ ചിലവാക്കുകയോ അല്ലെങ്കിൽ വെറുതെ സേവിങ്സ് അക്കൗണ്ടിൽ സുരക്ഷിതമാക്കുകയോ ചെയ്താൽ ഒരു പ്രശ്നവുമില്ല, ടാക്സും വരില്ല. പക്ഷെ ആ പണം അവർ എവിടെയെങ്കിലും നിക്ഷേപിച്ചാലോ? ഉദാഹരണത്തിന് ഒരു മ്യൂച്വൽ ഫണ്ടിലോ SIPയിലോ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിലോ നിക്ഷേപിച്ചാൽ അവിടെയാണ് കളി മാറുന്നത്. നിങ്ങൾ നൽകിയ പണം ഭാര്യ ഒരു FDയിൽ നിക്ഷേപിച്ചു. അതിൽ നിന്ന് ഒരു വർഷം 10,000 രൂപ പലിശ കിട്ടി. ഈ 10,000 രൂപ നിങ്ങളുടെ വരുമാനമായിട്ടാണ് ഇൻകം ടാക്സ് വകുപ്പ് കണക്കാക്കുക. അപ്പോൾ അതിന്റെ ടാക്സ് അടയ്ക്കേണ്ടത് നിങ്ങളാണ്, നിങ്ങളുടെ ഭാര്യയല്ല. ഇതാണ് ക്ലബിംഗ്. ഇനി എപ്പോഴാണ് നിങ്ങളുടെ ഭാര്യ ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത്? നമ്മുടെ ഉദാഹരണത്തിൽ ഭാര്യയ്ക്ക് കിട്ടിയ 10,000 രൂപ പലിശ ഉണ്ടല്ലോ, ആ പണം അവർക്ക് വീണ്ടും നിക്ഷേപിക്കുന്നു എന്ന് കരുതുക. അതായത് വരുമാനത്തിൽ നിന്നുള്ള വരുമാനം. ആ രണ്ടാമത്തെ നിക്ഷേപത്തിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന് ടാക്സ് അടയ്ക്കേണ്ടത് നിങ്ങളുടെ ഭാര്യയാണ്. അത് അവരുടെ സ്വന്തം വരുമാനമായി കണക്കാക്കുകയും ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഭാര്യയ്ക്ക് നൽകുന്ന പണം അവർ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന ആദ്യത്തെ വരുമാനത്തിന്റെ ടാക്സ് നിങ്ങളുടെ തലയിലായിരിക്കും. ആ വരുമാനം വീണ്ടും നിക്ഷേപിച്ചിട്ടുണ്ടാക്കുന്ന ലാഭത്തിന് ടാക്സ് അടയ്ക്കേണ്ടത് അവർ തന്നെയാണ്. അതുകൊണ്ട് അനാവശ്യമായ നോട്ടീസുകളും പിഴയും ഒഴിവാക്കാൻ ഈ നിയമത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. സംശയമുണ്ടെങ്കിൽ ഒരു ടാക്സ് വിദഗ്ധനുമായി സംസാരിക്കുന്നത് എപ്പോഴും സുരക്ഷിതമാണ്. ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ സാമ്പത്തിക വാർത്തകൾക്കായി മണി ന്യൂസ് മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.